ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു കപ്പ് പാലും പഴവും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ഇതിനായി ആദ്യം തന്നെ ഞാനിവിടെ 3 നേന്ത്രപ്പഴമാണ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറിയ പഴമായതുകൊണ്ടാണ് 3 നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ പഴമാണെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും. ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു പഴത്തിന്റെ കണക്കനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ അളവും പറയുന്നത്. നിങ്ങൾ എത്രയാണോ പഴം എടുക്കുന്നത് അപ്പൊ അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കേണ്ടതാണ്. ഇനി ഞാനൊരു ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 60 ml കപ്പിന്റെ അളവിൽ 1/4 കപ്പ് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പോളം പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് നിറയെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 2 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാൻ നോക്കരുത്. ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് പരുവത്തിന് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറഞ്ഞത്. ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് നിറയെ പാലൊഴിച്ചു കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത നല്ല കട്ടിയായിട്ടുള്ള പാല് വേണം ഇതിനു വേണ്ടി എടുക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് പശുമ്പാല് വേണ്ട, തേങ്ങാപ്പാൽ മതി എന്നുണ്ടെങ്കിൽ അതും നല്ല കട്ടിയായിട്ട് എടുക്കുക. എന്നാലും നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് അങ്ങനെ തേങ്ങാപ്പാലിൽ ചെയ്തിട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിലേക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പഴം മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നമ്മൾ പഴം ഇട്ട് കൊടുത്തതിന്റെ കൂടുതൽ പാലൊഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടുമൊന്നുമില്ല. ഇതേപോലെ തന്നെയാണ് വേണ്ടത്. അതായത് പകുതി പഴം നല്ലപോലെ അരയും വേണം, കുറച്ച് പഴം കടിക്കാനായിട്ട് കിട്ടുകയും വേണം. ആ ഒരു പരുവത്തിൽ കിട്ടാനായിട്ടാണ് ഇതുപോലെ നമ്മൾ തോനെ പാലൊഴിച്ചിട്ട് പഴം ഇട്ട് കൊടുത്ത് അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചിരകിയ തേങ്ങയാണ്. 60 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് നിറയെ ചിരകിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല, ഇപ്പോൾ തന്നെ ഓണാക്കി കൊടുക്കണ്ട. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഈ ഒരു പാൻ മുഴുവനായിട്ടും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇതിന്റെ സൈഡ് ഭാഗത്തും മുഴുവനായിട്ടും നല്ല പോലെ ഒന്ന് സ്പ്രെഡാക്കുക. പാലും മുട്ടയും പഴമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് നല്ല പോലെ പൊങ്ങി വരും. അപ്പോൾ ഇതിന്റെ നെയ്യില്ലാത്ത ഭാഗമൊക്കെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു പാനിൽ. അതുകൊണ്ടാണ് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കാൻ പറഞ്ഞത്. ഇനി ഞാൻ ഇതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് മതി നമുക്ക് ഇത് വേവിച്ചെടുക്കാനായിട്ട്. അതിനായിട്ട് ഞാനിവിടെ ഫ്ലെയിം ഓണാക്കി കൊടുത്തതിന് ശേഷം നന്നായി ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു പേപ്പർ വെച്ചിട്ട് അതിന്റെ ഹോളിലൊന്ന് തിരികെ വെച്ച് കൊടുക്കുന്നുണ്ട്. എയർ ടൈറ്റ് ചെയ്ത് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ പൊങ്ങി വന്ന് അകമൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടും. ഇപ്പതാ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു പാനിന്റെ നിറയെ ഉണ്ട് ഇത്. ഈ പൊങ്ങി വന്നിട്ടുള്ളത് 1-2 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ അത് താന്നു പോവുകയും ചെയ്യും. അത് കുഴപ്പമൊന്നുമില്ല. അത്രയും കട്ടിയില്ലാത്ത നല്ല പഞ്ഞു പോലൊരു സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ്. ഇനി ഇതിന്റെ അകം വെന്തോന്ന് അറിയാനായിട്ട് നിങ്ങളൊരു ടൂത്ത് പിക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണിന്റെ ബാക്ക് വശം കൊണ്ടോ നനച്ചതിന് ശേഷം ഒന്ന് കുത്തി കൊടുത്ത് നോക്കുക. അപ്പൊ ഇതിൽ ഒട്ടിപ്പിടിക്കില്ല എന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നാണ്. ഇപ്പൊ ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആകൃതിയിലൊക്കെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള കിടിലൻ പലഹാരമാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.